ഇന്നലെ മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നടപടിയുണ്ടായിരിക്കുന്നത്. PSC ശ്രീചിത്ര നിയമന തട്ടിപ്പിൽ ഏലപ്പാറ സ്വദേശിയുടെ പരാതിയിൽ കേസെടുത്ത് വാഗമൺ പോലീസ്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി പെരുവന്താനം രണ്ടാം പ്രതിയായാണ് കേസെടുത്തത്. കേസിൽ മൊത്തം 4 പ്രതികൾ. നിതിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മാതൃഭൂമി ന്യൂസിന് വാർത്തയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഈ കേസ് ഏത് തരത്തിലാണ് എടുത്തിട്ടുള്ളത്? കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 4 പ്രതികൾ, അവരുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെ? മൊത്തം 4 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് മോത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാഗമൺ പോലീസ്, അതായത് 1-ാം പ്രതി രാജേഷ്, 2-ാം പ്രതി ബെന്നി പെരുവന്താനം, 3-ാം പ്രതി ഫൈസ്, 4-ാം പ്രതി ഫൈസൽ, 3-ാം പ്രതി അഗസ്റ്റിൻ എന്ന ഭുവനചന്ദ്രൻ. ഈ അഗസ്റ്റിൻ എന്ന ഭുവനചന്ദ്രൻ ആര് എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. അഗസ്റ്റിൻ എന്ന പേരാണോ ഭുവനചന്ദ്രൻ എന്ന പേരാണോ സത്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളത്, അതോ രണ്ടും കള്ളനാമങ്ങളാണോ എന്നുള്ള കാര്യം ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ആരാണ് അഗസ്റ്റിൻ എന്ന കാര്യം വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അദ്ദേഹം PSCയിൽ തന്നെ PSC ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് അദ്ദേഹം ചമഞ്ഞ് ഈ തട്ടിപ്പിന് കുട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ശരിക്കും PSC ഉദ്യോഗസ്ഥൻ തന്നെയാണോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനാണ് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 2-ാം പ്രതിയായി പേര് ചേർത്തിരിക്കുന്നത് ബെന്നി പെരുവന്താനത്തിന്റെയാണ്. ബെന്നി പെരുവന്താനം BJP സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മുൻപ് DCC ജനറൽ സെക്രട്ടറിയായി ഇടുക്കിയിൽ ഇരുന്നിട്ടുള്ള ആളുമാണ് ബെന്നി പെരുവന്താനം എന്ന് പറയുന്നത്. നിലവിൽ അദ്ദേഹം ഇടുക്കി ജില്ലയിലില്ല. നമ്മൾ ഇന്നലെയൊക്കെ തന്നെ ബെന്നി പെരുവന്താനത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അതിന് സാധിച്ചിരുന്നില്ല. അതിനുശേഷം അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം കൂടെ നമ്മൾ ശ്രമിക്കുകയാണ് ബെന്നി പെരുവന്താനം എന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താ ഈ തട്ടിപ്പിന്റെ മറ്റ് ഈ ഏലപ്പാറ സ്വദേശികൾ ഉൾപ്പെടെയുള്ള 7ഓളം പേരെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി, അതായത് രാജേഷിന് പരിചയപ്പെടുത്തിയത് ബെന്നി പെരുവന്താനം എന്നായിരുന്നു ഇന്നലെ നമുക്ക് തന്ന ഈ ഇരയാക്കപ്പെട്ടവരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ അത് തന്നെയാണോ സത്യം, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അത്തരത്തിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് 17/6/2024 മുതൽ ഡിസംബർ 2024 വരെയാണ് ഈ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചതി, അതുപോലെ തന്നെ മനഃപൂർവ്വം പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതൊക്കെ ചാർത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ശരി. വഞ്ചനയും മനഃപൂർവ്വം പണം തട്ടാനുള്ള ശ്രമം അടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. BJP നേതാവ് അടക്കം ഇതിൽ 2-ാം പ്രതിയാണ്. ബെന്നി പെരുവന്താനം 2-ാം പ്രതിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ഇനി ഒഫീഷ്യൽ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ഇത്തരത്തിൽ ഇവർ ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഉള്ളുകള്ളികൾ പുറത്തു വന്നാൽ മതിയായിരുന്നു.